ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ പാലക്കാട് കെഎസ്ആർടിസി ബസിന്റെ സർവീസ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ബാംഗ്ലൂർ കെഎസ്ആർടിസിയുടെ എസി ബസ് സർവീസാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തത്. വിവാദങ്ങൾക്ക് ശേഷമുള്ള രാഹുലിന്റെ ആദ്യ ഔദ്യോഗിക പരിപാടിയാണ് ഇത്. വിവരങ്ങളുമായി അജിത് ബാബുവാണ് ചേരുന്നത്. അജിത്, വലിയ വിവാദങ്ങൾ, വലിയ കോലാഹലങ്ങളൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ഉണ്ടായത്. അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് എത്തുന്നു. എംഎൽഎ പദവിയിലുള്ള പ്രവർത്തികളെല്ലാം ആരംഭിക്കുന്നു. ഇപ്പോൾ ഔദ്യോഗികമായ ഒരു പരിപാടിയിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. ഒരു ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചിരിക്കുകയായിരുന്നു. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? സ്വാതി രാജീവ്, വലിയ വാർത്തയാകാൻ സാധ്യതയുള്ള ഇതല്ലെങ്കിൽ വലിയ വിവാദമാകാൻ സാധ്യതയുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ബാംഗ്ലൂർ കെഎസ്ആർടിസിയുടെ പുതിയ എസി ബസ് സർവീസാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. ഇതൊരു ഔദ്യോഗിക പരിപാടിയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്നുൾപ്പെടെ പറഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും അതിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതും സുപ്രധാനവുമായിട്ടുള്ള വിവരമാണ്. ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തത് എങ്ങനെയാണ്, ആരൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും പ്രധാനപ്പെട്ട ചോദ്യമാണ്. സ്വാഭാവികമായും നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഒരു ഉദ്ഘാടനമോ സ്വാഭാവികമായ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ മാധ്യമങ്ങളെല്ലാം അറിയും, പൊതുമായി അതിലൊരു ചർച്ച ഉണ്ടാകും, പോസ്റ്ററുകൾ വരും. പക്ഷെ ഇത് പൂർണ്ണമായും രഹസ്യമായിട്ടാണ് ഈ ഒരു ഉദ്ഘാടനം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. മാത്രമല്ല, രാത്രി 9 മണിയോടുകൂടി ആണ് ഈ ഉദ്ഘാടന പ്രവർത്തനം നടക്കുന്നത്. അതും എടുത്തു പറയേണ്ടതാണ്. രാത്രിയിൽ ഉദ്ഘാടനം നടത്തുന്നു, ആരെയും അറിയിക്കാതിരിക്കുന്നു, മാധ്യമങ്ങളുടെ സാന്നിധ്യമില്ല. അതിനുശേഷം എംഎൽഎയുടെ ഔദ്യോഗികമായ ഗ്രൂപ്പിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് കൃത്യമായി എല്ലാവരും ഇത്തരത്തിലൊരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള വിവരം അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴി